ചിരിക്കരുത് ചിരിക്കരുത്, ചിരിച്ചാൽ അമ്മച്ചിയാണ് സത്യം, ചിരി നിർത്താൻ പറ്റത്തില്ല. സുരേഷ് ഏട്ടന്റെ മാസ് കീലേരി അച്ചു. തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടന്റെ അടിമ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പാണക്കാട്ട തങ്ങന്മാരെ അവരെ രാഷ്ട്രീയത്തിന് എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. വെറുതെയാണ്. പാണക്കാട്ട തങ്ങന്മാരെ നാളെ നിരന്ന് നിന്നുകൊണ്ട് വന്ദേമാരതം പാടിയെന്ന് വിചാരിക്കുക. വൈരാഗ്യം തീരുവോ? ഇല്ല. ദേശസ്നേഹത്തിന് വേണ്ടി സംഘപരിവാറുകാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും നാളെ പാണക്കാട്ട തങ്ങന്മാർ ചെയ്യാമെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അപ്പോഴും വിരോധം മാറുമോ? ഇല്ല. വിരോധം പാണക്കാട്ട തങ്ങളോട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയോടാണോ? അല്ല. പാണക്കാട്ട തങ്ങന്മാരോട് രാഷ്ട്രീയ പാർട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട് വിവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അറിയാം. പ്രളയം, അതുപോലെ തന്നെ വയനാട് ദുരന്തം, 500-ൽ പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പം ജാതി മതമൊന്നും നോക്കാതെ അവിടെയുള്ള മനുഷ്യരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഒരു വീട് കൊടുത്തു, ഭക്ഷ്യക്കിറ്റ് കൊടുത്തു, അവർക്ക് വേണ്ട പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്ന് മാത്രമല്ല, ആ വീട്ടിലേക്ക് സന്ദർശകരെ പോവുകയും ചെയ്യരുത്, നമ്മൾ കൊടുത്ത വീടാണെന്നുള്ള ഔദാര്യ മാനസിക സ്ഥിതിയിലൊന്നും അവിടെ ചെന്ന് കയറരുത് എന്ന് പ്രത്യേക ഉപദേശം കൊടുത്തു. അങ്ങനെ നോക്കുമ്പം സുരേഷ് ഏട്ടന് പാണക്കാട് തങ്ങന്മാരോട് സ്നേഹമല്ലേ ഉണ്ടാകേണ്ടത്? തളിക്ഷേത്രം കത്തിയപ്പോൾ തളിക്ഷേത്രത്തിന് വാതിൽ തീ പിടിച്ചപ്പോൾ ആദ്യം ഓടിച്ചെന്ന നേതാവിൻ്റെ പേര് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളെന്നാണ്. അപ്പം ഒരു നിലക്കും ഇവരെ ദ്രോഹിക്കാത്ത, എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാരങ്ങ മുട്ടായിയുടെ പോട്ടെ, ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപക്ക് 4 ട്രൗസർ കിട്ടും, ഒന്നെങ്കിലും കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? അതുമില്ല. നാടിനും നാട്ടാർക്ക് ഒരു ഗുണമില്ല, എന്നാൽ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ട്, അവനവൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് ഗുണം കിട്ടുന്നു എന്ന കാരണം കൊണ്ടെങ്കിലും അവരോട് വിരോധം ഉണ്ടാകാതിരിക്കേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടാകുന്നില്ല. പിന്നെയോ അവരുടെ വിശ്വാസവും അവരുടെ താടിയും അവരുടെ തൊപ്പിയൊക്കെ തന്നെയാണ് ഇവരെ ഈ ഇടങ്ങേറാക്കുന്നത്. എന്നിട്ട് ബാക്കി അണ്ണം പറ, ജി പറയും. വന്ദേ മാതരം നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ ഇവിടത്തെ വി.ഡി. സതീശൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് വി.ഡി. സതീശനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. നാളെ രാജ്യത്ത് 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിനെന്താണ് ജി? നാളെ ഈ രാജ്യത്തിന്റെ മക്കൾ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് അത്? ഈ രാജ്യത്തുള്ള ജാതി മത ഭേദമന്യേ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യാനും മതമുള്ളവരും ഇല്ലാത്തവനും ഒക്കെ ഈ രാജ്യത്തിന്റെ മക്കൾ ആഘോഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളുടെ പങ്കെന്താണ്? അതറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ വലിയ വികാരം കൊള്ളുന്നുണ്ടല്ലോ. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജ്ജം കളയരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാവല്ലേ, ആ നേതാവിൻ്റെ അനുയായില്ലേ നിങ്ങൾ? എന്തിനേറെ പറയണം, ഈ രാജ്യത്തിന് ഒരു ദേശീയ പതാക ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടിയ യോഗത്തിൽ, സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ അങ്ങനെ ഒരു അസംബ്ലി വിളിക്കുമ്പം ഇന്ന് ഈ കാണുന്ന നമ്മുടെ 3 നിറമുള്ള ദേശീയ പതാക പാടില്ല, ഭഗധ്വജം വേണം. അക്കാരണം കൊണ്ട് തന്നെ ഈ ദേശീയ പതാക എത്രയോ കാലം അംഗീകരിക്കാതിരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തവരാണല്ലെങ്കിൽ ഈ നിങ്ങളാണ് ഇപ്പം ഞങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. ഞങ്ങളുടെ കഴുത്തെ പിടിച്ചിട്ട് വന്ദേമാരൻ ചെല്ലണം, ഇല്ലെങ്കിൽ നീയൊക്കെ രാജ്യസ്നേഹി ആകത്തില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യസ്നേഹം എന്നുള്ളത് ഈ ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കേണ്ടതാണ്. ഇനി എല്ലാവരും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും വന്ദേമാരതം മുഴുവൻ ചെല്ലുമെന്ന് വിചാരിക്കുക, ദേശസ്നേഹം ഉണ്ടാവുക. ദേശസ്നേഹം ഉണ്ടാവുക. ദേശസ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ വികാരമാണ്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സാധനം. എങ്ങനെ? ഈ രാജ്യത്തെ ഐക്യത്തിലും അഖണ്ഡതയിലും സമൃദ്ധിയിലും വൈവിധ്യത്തിലും ഒരു മനുഷ്യൻ അവൻ്റെ അഭിമാനത്താൽ ഉണ്ടായിത്തീരേണ്ട വികാരമാണ് ദേശസ്നേഹമുള്ളത്. അവൻ്റെ കഴുത്തെ പിടിച്ചിട്ട് വന്ദേമാരൻ ചെല്ലടാ, ഫുള്ളി ചെല്ലടാ, അങ്ങനെ ചെല്ലുന്നവരൊക്കെ രാജ്യസ്നേഹികളാകുക. അങ്ങനെ രാജ്യസ്നേഹിയാകണമെങ്കിൽ നിങ്ങളുടെ കൊടി പിടിച്ച, ദേശീയ പതാക പിടിച്ച, വന്ദേമാരതം ചെല്ലിയ ജ്യോതി മൽഹോത്ര ഈ രാജ്യസ്നേഹിയാകണ്ട. പാകിസ്ഥാൻ തീവ്രവാദികൾ പെഹൽഗാമിൽ വന്ന് നമ്മുടെ പാവപ്പെട്ട കുറേ ഇന്ത്യയിലെ മനുഷ്യരെ വെടിവെച്ചു കൊന്നു. ഈ തീവ്രവാദികൾ ഇവിടുന്ന് പോയപ്പോൾ അവർക്ക് മറുപടി എന്നോളം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പദ്ധതി ആവിഷ്കരിച്ചു. അതിൽ മുൻനിര നായികയായിട്ട് പ്രവർത്തിച്ചത് സോഫിയ ഖുറൈശി ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ശത്രുക്കളായ തീവ്രവാദികൾക്കെതിരെ ആയുധമേന്തിയപ്പോൾ ജീവൻ കൊടുക്കാൻ സന്നദ്ധമായി അർപ്പിതയായി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ജ്യോതി മൽഹോത്ര എന്ന നമ്മുടെ കൊടി പിടിച്ച പെണ്ണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ചാരന്മാർക്ക് ഒറ്റിക്കൊടുത്തു. അവളിവിടെ വന്ദേ ഭാരതിൽ ഉദ്ഘാടനത്തിനന്ന് ഇവിടെ പല നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒന്നും കണ്ടില്ലേ? അപ്പൊ കൊടി പിടിച്ചത് കൊണ്ട് വന്ദേ ഭാരത് ജില്ല കൊണ്ട് ഇവിടെ രാജ്യസ്നേഹികളുണ്ട്. ഈ 2026 മാത്രം കണക്കെടുത്തേ, 2025, 26 ഈ രാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്ത ചാരന്മാരുടെ ലിസ്റ്റ് മാത്രം എടുത്ത് നോക്കി. അതിൽ ദേശീയ പതാക പിടിച്ചവർ കൈ പിടിച്ചവരില്ലേ? വന്ദേ ഭാരത് ഉറക്ക ചെല്ലിയ കൊച്ചി കൽവത്തി സ്വദേശിയായ അഖില് വരെയില്ലേ ഉറക്ക ചെല്ലിയ ആള്? അപ്പൊ വന്ദേ ഭാരതം മുഴുവൻ ചെല്ലുക എന്നുള്ളതല്ല രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ. സുരേഷ്
മനസ്സിലാക്കി വെച്ചുള്ള രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അറിവും അവൻ്റെ കഴിവും അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ സമ്പത്തും ഒക്കെ രാജ്യത്തിന് അനുഗുണമാകുന്ന രൂപത്തിൽ അവൻ ചെലവഴിക്കുക എന്നുള്ളതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ദേശീയ പതാക കയ്യിലെത്തിയതുകൊണ്ടോ വന്ദേ ഭാരതി ചെല്ലിയത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യനും രാജ്യസ്നേഹം ഉണ്ടാകുമെന്ന് വിചാരിക്കേ വേണ്ട. രാജ്യസ്നേഹം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാരമാണ്. ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിലും രാജ്യത്തിൻ്റെ സമൃദ്ധിയിലും അഖണ്ഡതയിലും ഒക്കെ ഒരു മനുഷ്യർക്ക് ഉണ്ടാകേണ്ട വികാരമാണ്. അവന് അഭിമാനം തോന്നി ഉണ്ടാകേണ്ട വിരാതമാണ്. അവൻ്റെ കരുത്തെ പിടിച്ച് പുള്ളി ചെല്ലടാ വന്ദേ മാരതം എന്ന് പറഞ്ഞാൽ അത് ദേശസ്നേഹമല്ല, അത് കപട ദേശസ്നേഹമാണ് നിങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ. അതുകൊണ്ട് ഇനിയും സുരേഷ് ജിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സുരേഷ് മോൻ, സുരേഷേ കറക്കി അങ്ങോട്ട് വിറാം. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ